യുവരാജ്, നോക്കൂ, ഈ സെലബി എന്ന പേര് ഞാൻ ആദ്യം കേൾക്കുന്നത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ എ വി മോഹനിൽ നിന്നാണ്. അദ്ദേഹമാണ് ഈ ടർക്കിഷ് കമ്പനിയുടെ സാന്നിധ്യം നമ്മുടെ രാജ്യത്തെ പ്രധാന വിമാനത്താവളങ്ങളിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ്, അതുപോലെ കാർഗോ നീക്കം, ഇതിലെല്ലാം ഈ കമ്പനിയുടെ സാന്നിധ്യം, ഈ കമ്പനിയുടെ പങ്കാളിത്തം അത് അദ്ദേഹമാണ് എന്നെ ധരിപ്പിച്ചത്. നമുക്കറിയാവുന്നതുപോലെ പാകിസ്ഥാൻ ഭീകരാക്രമണത്തിൽ തുർക്കി പ്രത്യക്ഷത്തിൽ തന്നെ പാകിസ്ഥാനെ സഹായിച്ചു അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്തെ ഭരണാധികാരിയുടെ തുർക്കി പ്രസിഡന്റ് എർദോഗൻ്റെ മകൾക്ക് പോലും ഇതിൽ പങ്കാളിത്തമുണ്ട്. സുരയ്യക്ക് ഈ കമ്പനിയിൽ അവർക്ക് ഷെയറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനമാണ്. പ്രധാനമന്ത്രിയുടെ പ്രത്യേക യാത്രാ വിമാനം അതുപോലും കൺട്രോൾ ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യമാണ് ആ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് അറിയുന്നത്. അതാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. ഇതുപോലെ മിനിഞ്ഞാന്നായിരുന്നു ചർച്ച നടത്തിയത്. ഇന്നലെ തന്നെ അതിനൊരു റിസൾട്ടും ഉണ്ടായി. നോക്കൂ, സെലബി ഇപ്പോൾ അടച്ചുപൂട്ടി. പക്ഷേ അതുപോലുള്ള ചില ടർക്കിഷ് സ്ഥാപനങ്ങൾ ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് ഉണ്ട്. പല വിവരങ്ങളും പങ്കുവെക്കുന്നത് പ്രേക്ഷകർ തന്നെയാണ്. ഇപ്പോൾ നോക്കൂ, ഡോഗസ് ഹോൾഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം. ഈ ഡോഗസ് കൺസ്ട്രക്ഷന് ടർക്കീസ് ലാർജസ്റ്റ് അതായത് റിയൽ എസ്റ്റേറ്റിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയാണത്. ഡോഗസ് കൺസ്ട്രക്ഷൻ ഹാസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് എഞ്ചിനീയറിംഗ് പ്രൊജക്ട്സ് ഇൻ ഇന്ത്യ, പെർട്ടിക്കുലർലി ഇൻ മെട്രോ റെയിൽ ആൻഡ് ടണൽ കൺസ്ട്രക്ഷൻ. Turkish construction firms have been involved in metro rail projects in Lucknow, Pune and Mumbai, as well as other infrastructure initiatives. മെട്രോ റെയിൽ അതുപോലെ ടണൽ കൺസ്ട്രക്ഷനിലൊക്കെ വലിയ റോള് വഹിക്കുന്ന ഡോഗസ് ഹോൾഡിംഗ്. ഈ സെലബി പോലെ ഒരുപക്ഷെ നാളെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേര് ഇതായിരിക്കും. അപ്പം നോക്കൂ, ഇവരെല്ലാം പതുങ്ങിയിരിക്കുകയാണ് നമ്മുടെ ഭാരതത്തിൽ. ഒരവസരം കിട്ടുമ്പോൾ ഇവരുടെ തനി സ്വഭാവം പുറത്ത് എടുക്കും. എങ്ങനെയാണ് ഈ ഒരു സ്ഥിതിവിശേഷത്തെ യുവരാജ്, എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? അല്ല, ഒന്നാമതായിട്ട് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ശ്രീ എ വി മോഹനൻ സാർ, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ വളരെയധികം പരിജ്ഞാനമുണ്ടായിരുന്നു, ഇത്തരത്തിലൊരു വിഷയം നടക്കുന്നു എന്നുള്ള കാര്യം. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എൻ്റെ ഒരു നിരീക്ഷണമാണ് കേട്ടോ. അദ്ദേഹം ഒരുപാട് പേരോട് ഇതിനെക്കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടാകാം. അദ്ദേഹം അതിനെതിരെ നടപടി എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ ആ കാലഘട്ടങ്ങളിലൊന്നും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടാവില്ല. കാരണം അദ്ദേഹം ഒരു സാധാരണ പൊതുജനം മാത്രമാണ്. അങ്ങനെ ഒരു സാധാരണ ജനങ്ങൾക്ക് അവരുടെ ശബ്ദം ഒരിക്കലും അത്ര പെട്ടെന്നൊന്നും തന്നെ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുവാനോ ഭരണകേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുവാനോ സാധിക്കാറില്ല. അപ്പോൾ ജനം ടി വി പേര് പോലെ തന്നെ സാധാരണ ഒരു പൗരൻ്റെ ശബ്ദമായിട്ട് മാറുകയും അത്തരത്തിലൊരു വിഷയത്തിനെ ഉയർത്തിക്കൊണ്ടുവരികയും അറിയിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് അറിയിക്കുകയും ഏറ്റവും സാധ്യമാകുന്ന വേഗത്തിൽ അത്തരത്തിലൊരു നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു എന്നുള്ളത് ശ്രീ മോഹനൻ സാറിനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ജനം ടി വിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അഭിനന്ദനാർഹമാണ്. നിങ്ങളെ രണ്ടുപേരെയും ആ വിഷയത്തിൽ അഭിനന്ദിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ തന്നെ ആഗ്രഹിക്കുകയാണ്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഇപ്പോൾ തുർക്കി എന്ന് പറയുന്ന രാജ്യം വളരെ ഓപ്പണായിട്ട് പാകിസ്ഥാനെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട്. ഇന്ത്യ S-400 റഷ്യയിൽ നിന്ന് വാങ്ങിയതുപോലെ തന്നെ ടർക്കിയുമായിട്ടും ഡ്രോണുകൾ, പർട്ടിക്കുലർലി ടർക്കിയുടെ ഡ്രോണുകൾ ഈ യുക്രൈൻ യുദ്ധം നടക്കുന്ന സമയത്ത് യുക്രൈന് വല്ലാത്ത രീതിയിൽ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് ടർക്കിയിൽ നിന്നുള്ള ഡ്രോണുകൾ. ആ ഡ്രോണുകൾ ഇന്ത്യ മേടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അത് ഇന്ത്യയിലേക്ക് സെയിൽ ചെയ്യില്ല എന്നൊക്കെ ഉള്ള തലത്തിലുള്ളതായിരുന്നു അവരുടെ നിലപാടുകളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ പക്ഷേ പാകിസ്ഥാനെ ഏതളവ് വരെയും സഹായിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കാലഘട്ടം ഈ ആയുധ ഇടപാടാകുമ്പോൾ നമുക്ക് തന്നില്ല എന്ന് പറഞ്ഞ് മാത്രം നമുക്ക് അവരോടൊരിക്കലും ശത്രുത പ്രഖ്യാപിക്കുവാൻ വേണ്ടി സാധിക്കില്ല. ഓരോ രാജ്യങ്ങൾക്ക് ആ രാജ്യത്തിൻ്റേതായിട്ടുള്ള നയങ്ങളുണ്ടാവും. നമ്മളുമായിട്ട് ഒരുപാട് വിഷയങ്ങളിൽ എതിരഭിപ്രായങ്ങൾ ഉള്ളപ്പോൾ പോലും, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിനോട് നമുക്ക് 95% കാര്യങ്ങളിലും എതിരഭിപ്രായം തന്നെയായിരിക്കും. പക്ഷേ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ചില തരത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ ഇത്രയും നമ്മൾ അംഗീകരിക്കാത്ത രാജ്യങ്ങളായിരുന്നാൽ പോലും അവരുമായിട്ട് പോലും നമുക്ക് പുലർത്തേണ്ടി വരും. അതൊരു ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ്റെ ഒരു സാഹചര്യമാണ്. അപ്പോൾ ടർക്കിയുമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്നും തന്നില്ല,
നമ്മൾ ചോദിക്കുമ്പോൾ അവർ വിൽക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് അവരോട് ശത്രുത പ്രഖ്യാപിക്കാനൊന്നും സാധിക്കില്ല. പക്ഷേ കൃത്യമായിട്ടും ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത്, ഒരു വാർ ലൈക്ക് സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് ആ പറയുന്ന രാജ്യം എവിടെ നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അവർ അസന്നിഗ്ധമായിട്ട് അവരുടെ നിലപാട് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഞങ്ങൾ പാകിസ്ഥാനൊപ്പമാണ് എന്നുള്ള കാര്യത്തിൽ. ഇനി നമുക്ക് ടർക്കിയോട് പഴയതുപോലെയുള്ള ഒരു സൗഹാർദ്ദ മനോഭാവത്തോടു കൂടി മുമ്പോട്ട് പോകേണ്ടതില്ല. നോക്കൂ, കഴിഞ്ഞ വർഷം മാത്രം $400 മില്യൺ എമൗണ്ടാണ് ടർക്കി എന്ന് പറയുന്ന രാജ്യത്തിന് മാത്രമായിട്ട് ഇന്ത്യൻ ടൂറിസ്റ്റുകളിൽ നിന്ന് മാത്രമായിട്ട് ലഭിച്ചിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സഹസ്ര കോടികളാണ്, അത് 3000 കോടിയിലധികമാണ് നമ്മുടെ ഇന്ത്യക്കാരുടെ പൈസ ടൂറിസം മേഖലയിൽ മാത്രം ഇന്ന് അവിടെ കഴിഞ്ഞ വർഷം 2024 മാത്രം എത്തിയിരിക്കുന്നത്. നിലവിൽ നമ്മളിപ്പോൾ മേക്ക് മൈ ട്രിപ്പ് ആയിരുന്നാലും ശരി, മറ്റ് ഏതാണ് നമ്മുടെ ടൂർ ബുക്കിംഗ് സൈറ്റുകൾ എടുത്തിരുന്നാലും ശരി, അവർ തുടക്കത്തിൽ തന്നെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ് ടർക്കി ഇത്തരത്തിലൊരു നിലപാട് നമുക്കെതിരായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. നമുക്കൊരു വാർ ലൈക്ക് സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മളോടൊപ്പം ഇല്ല എന്നും നമ്മുടെ ശത്രുവിനോടൊപ്പമാണെന്നും അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട ഒരു രാജ്യത്തേക്ക് നിങ്ങൾ പോകണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. അത് അനുസരിച്ച് മാത്രം നിങ്ങൾക്ക് അത്യാവശ്യ കാര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ മാത്രം അങ്ങോട്ടേക്ക് പോകുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യം ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. 60% പേര്, ഈ പറയുന്ന വെക്കേഷൻ സമയമാണത്, ബുക്ക് ചെയ്തവരിൽ 60% പേരും ആ പറയുന്ന തങ്ങളുടെ യാത്ര തങ്ങൾക്ക് നഷ്ടമുണ്ടാകുമെന്ന് ഉറപ്പായിട്ട് പോലും ക്യാൻസൽ ചെയ്യാൻ വേണ്ടി, നമുക്കറിയാം എയർ ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ എമൗണ്ട് ഒന്നും റീപേ ആവാറില്ല. എന്നിട്ട് പോലും 60% ഭാരതീയർ ഞങ്ങൾ തുർക്കിക്കൊപ്പം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ പൈസ പോയാലും സാരമില്ല എന്ന് പറഞ്ഞ് ക്യാൻസൽ ചെയ്ത് മടങ്ങുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തുർക്കി നമ്മൾ പാകിസ്ഥാനെ കാണുന്നത് പോലെ തന്നെ, ചൈനയെ കാണുന്നത് പോലെ തന്നെ നമ്മൾ കാണേണ്ടുന്ന ഒരു സ്ഥലമാണ് ഇനി മുതൽ അങ്ങോട്ടേക്ക്. കാരണം അവരുടെ നിലപാട് എന്താകും മുൻപോട്ടുള്ള കാര്യങ്ങളിൽ എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് നല്ല ധാരണയുണ്ട്. അപ്പോൾ തുർക്കിയുടേതായിട്ടുള്ള വ്യവസായങ്ങൾ, തുർക്കിയുടേതായിട്ടുള്ള ബിസിനസ്സുകൾ ഇന്ത്യയുടെ മണ്ണിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവയെല്ലാം തന്നെ ടാർഗറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. അതിനകത്ത് സെക്യൂരിറ്റി കൺസേൺ ഉണ്ടോ, സെക്യൂരിറ്റി കൺസേൺ ഇല്ലയോ, ഇതൊന്നും തന്നെ അതിനകത്ത് ബാധകമായിട്ടുള്ള കാര്യമല്ല. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വിമാനം ഉൾപ്പെടെ ഇന്ത്യയിൽ ഇത്രയധികം വിമാന സർവീസുകൾ അവർ ഹാൻഡിൽ ചെയ്തിരുന്നു. അപ്പോൾ അതിലൊക്കെ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടായിരുന്നു, സെക്യൂരിറ്റി ക്ലിയറൻസ് കൊടുത്തിരുന്നല്ലോ. തീർച്ചയായിട്ടും നമ്മുടെ ഏജൻസികളുടെ കാര്യക്ഷമതയൊന്നും അതിനകത്ത് നമുക്ക് സംശയിക്കേണ്ടതായിട്ടുള്ള കാര്യമൊന്നുമില്ല. ഇതൊക്കെ അവർ ചെയ്യുമ്പോൾ തന്നെയും പ്രത്യേക SOP ഒക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യവും, ആ സെക്യൂരിറ്റി അത് കൃത്യമായി നടക്കുന്നുണ്ട് എന്നുള്ള കാര്യവും ഓവർവ്യൂ ചെയ്യുന്നതിനും ഓരോ വിഷയത്തിൽ ഇടപെടുന്നതിനും ഒരു നമ്മുടെ സെക്യൂരിറ്റി ഏജൻസികൾക്കും മറ്റുള്ളവയ്ക്കും സാധിച്ചിട്ടുണ്ടായിരുന്നിരിക്കണമല്ലോ തീർച്ചയായിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിനു മുമ്പ് തന്നെ പലതും സാധിക്കുമായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സംശയങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ ഭാവിയിൽ ചിലപ്പോൾ ഒരു അട്ടിമറിക്ക് വേണ്ടിയിട്ട് അവർക്ക് ഒരു ശ്രമം നടത്തിക്കൂടായികയൊന്നുമില്ല. അവർക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടുപഠിച്ചതിന് ശേഷം ചിലപ്പോൾ ഞാൻ അത്തരത്തിലുള്ള സാധ്യതകളെയോ സാഹചര്യങ്ങളെയോ ഒന്നും തള്ളിപ്പറയുന്നൊന്നുമില്ല. പക്ഷേ എനിക്ക് എൻ്റെ സെക്യൂരിറ്റി ഏജൻസികളെയും എൻ്റെ ഗവൺമെൻറ്റിനെയും വിശ്വാസമാണ് അതിലെന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് വിഷയത്തിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തന്നെ, അദ്ദേഹം 2014 പ്രധാനമന്ത്രി ആകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഇന്ത്യ ഏത് തലത്തിലായിരിക്കണം ലോകത്തിൻ്റെ മുമ്പിൽ പ്ലേസ് ചെയ്യപ്പെടുന്നതെന്നുള്ളതിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിനൊരു വിഷൻ ഉണ്ടായിരുന്നു. നമ്മൾ 140 കോടി ജനങ്ങളുണ്ട്, അന്ന് അദ്ദേഹം 130 കോടി ജനങ്ങളെന്നാണ് പറയുന്നത്. 130 കോടി ജനങ്ങളുണ്ട്. ഈ 130 കോടി ജനങ്ങളെന്ന് പറയുന്നത് ലോകത്തിൻ്റെ പോപ്പുലേഷൻ്റെ ഒരു മേജർ ചങ്കാണ്. അപ്പോൾ എത്ര തരത്തിലുള്ള ബിസിനസ് ലോകത്ത് നടക്കണമെന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ മണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇവരുടെ പലരുടെയും പ്രോഡക്റ്റുകളെ അവർക്ക് പ്രോഫിറ്റബിളായിട്ട് സെല്ല് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. അപ്പം നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളെ കൃത്യമായിട്ടും ഒരു മാർക്കറ്റായിട്ട് ഗ്ലോബൽ സിസ്റ്റം കാണുന്നു എന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിച്ച് തീർച്ചയായിട്ടും അവരോട് ഡിക്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം. ഇപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി എന്ന് പറയുന്ന പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന സമയത്ത് പോലും കേന്ദ്രം ലോകത്തോട് പറഞ്ഞത്, നിങ്ങൾക്കിത് ഇന്ത്യയിൽ സെയിൽ ചെയ്യണമെന്ന് ആഗ്രഹമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യയിലേക്ക് വരിക, ഇവിടെ ഇത് നിർമ്മിക്കുവാനുള്ള മനസ്സ് കാണിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരൊറ്റ പ്രോഡക്റ്റും ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ടാക്സ് റിലാക്സേഷനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോടുകൂടി ഇത് ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിക്കണം. നിങ്ങൾ ഇന്ത്യയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യക്കാർക്ക് തൊഴിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതെല്ലാം ലഭിക്കുന്നുള്ളൂ. അപ്പം നമ്മുടെ ആ പൊട്ടൻഷ്യലിനെ കൃത്യമായിട്ട് 2014 മുതൽ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയതിൻ്റെ കൂടെ റിസൾട്ടാണ് ജിയോ പൊളിറ്റിക്കൽ സ്റ്റേജിൽ നമുക്കിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ പറയുന്ന ഒരു സെൻട്രൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ
നമ്മുടെ ശത്രുക്കൾക്കെതിരായിട്ട് അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം. ഇപ്പോൾ ഗാൽവാനിലെ ടെൻഷന് ശേഷം ചൈനയ്ക്ക് ഉണ്ടായിട്ടുള്ള വ്യാപാര നഷ്ടം എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് നമുക്ക് നല്ല ധാരണയുണ്ട്. ചൈനയുടേതായിട്ടുള്ള മുഴുവൻ പ്രോഡക്റ്റുകളും ഇന്ത്യയിൽ ഒന്നെങ്കിൽ ടാക്സ് കൂടുകയോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പല ഓൺലൈനായിട്ടുള്ള സംഭവങ്ങളും മുഴുവൻ ഇവിടെ ബാൻ ചെയ്യപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് അവർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ഭീമമായിട്ടുള്ള നഷ്ടം തന്നെയാണ്. അപ്പോൾ അതേ കാറ്റഗറിയിൽ തന്നെ നമ്മൾ തുർക്കിയെയും കൊണ്ടുവരണം. അപ്പോൾ ജനം ടി വി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇനിയും വളരെ കൂടുതലായിട്ട്, ഇപ്പോൾ തുർക്കി ആയിരുന്നാലും ശരി, അസർബൈജാൻ ആയിരുന്നാലും ശരി തന്നെയാണ്, അവരുടെ എന്തൊക്കെ സംവിധാനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഒരു പക്ഷേ എല്ലാവരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിലും മോഹനൻ സാറിനെ പോലെയുള്ള വ്യക്തിത്വങ്ങൾ ഇനിയും ഒരുപാട് നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിൽ ഉണ്ടാകാം. അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും ഇത് കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ശത്രുക്കൾക്ക് എവിടെയൊക്കെ സ്പേസ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജിഹ്വയായിട്ട്, നിങ്ങളുടെ നാവായിട്ട്, നിങ്ങളുടെ കണ്ണായിട്ട് ജനം ടി വി ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും അത് നമുക്ക് ലോകത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ മുമ്പിൽ, അധികാരികളുടെ മുമ്പിൽ നമുക്കത് കൊണ്ടുവരാനും പ്രസൻറ്റ് ചെയ്യപ്പെടാനും വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൂടുതലായിട്ടുണ്ടാവുക. നമ്മുടെ മണ്ണ് എന്ന് പറയുന്നത് നമ്മുടെ ശത്രുവിന് ഒരു തരത്തിലുമുള്ള ധനസമ്പാദനത്തിനുള്ള മാർഗമായിട്ട് ഉപയോഗിക്കുവാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടി വന്നിറങ്ങുവാനോ ഉള്ള സ്ഥലമല്ല. നമ്മൾ അതിനെ എല്ലാത്തിനെയും തന്നെ നമ്മൾ കോട്ട കെട്ടി മറക്കേണ്ടതുണ്ട്. അതിനെ ഇവിടുന്ന് തുരത്തി ഓടിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന മോഹനൻ സാറിനും ജനം ടി വിക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ.